ലിവിംഗ് റിലേഷനിൽ ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. വിവാഹത്തിന് മുൻപ് എന്തിനാണ് പുരുഷനൊപ്പം താമസിച്ചത് എന്ന് പരാതിക്കാരിയോട് ജസ്റ്റിസ് നാഗരത്ന വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കോടതിയുടെ ചോദ്യം. ബന്ധം അവസാനിപ്പിച്ചതുകൊണ്ട് ക്രിമിനൽ കേസ് നൽകാനാകുമോ എന്നും കോടതി ആരാഞ്ഞു. വിഷയത്തിൽ കോടതി മധ്യസ്ഥതയ്ക്ക് നിർദ്ദേശം നൽകി. ഷപ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷപ്ന, എന്താണ് ഇക്കാര്യത്തിൽ കോടതി ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്? കോടതിയുടെ ഇടപെടൽ ഏതു രീതിയിലാണ്? സ്വാതി, വിവാഹത്തിന് മുൻപ് ഒരാളുമായി ലിവിംഗ് റിലേഷനിലാകുകയും പിന്നീട് ആ ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു എന്നതാണ്. അതിനുശേഷം ഇയാൾ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നടത്തിയിരുന്നു. എന്നാൽ ഈ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് യുവതി കോടതിയെ സമീപിക്കുന്നത്. കോടതി ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് എന്തിനാണ് ഇത്തരത്തിൽ വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനൊപ്പം താമസിച്ചത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ജസ്റ്റിസ് ബി നാഗരത്നയാണ് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ കോടതി ഇരയെ പരിഹസിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നും കോടതി ചോദിക്കുന്നു. ലിവിംഗ് റിലേഷനിൽ പലപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് കോടതിയുടെ ഒരു കണ്ടെത്തൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി അത് നിലനിൽക്കുമോ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം ഉണ്ടായാൽ അത്തരം ഒരു പീഡന കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കോടതി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. മുൻപുള്ള സുപ്രീം കോടതി വിധികളിലെല്ലാം തന്നെ കോടതികൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ തുടർന്ന് പീഡന പരാതി നൽകാൻ പാടില്ല എന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. ഏതായാലും ഈ കേസ് ഇപ്പോൾ മധ്യസ്ഥതയ്ക്ക് വിട്ടിട്ടുണ്ട് കോടതി. ശരി ഷപ്ന.